പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശയ്യ 30:15. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാത്മീയ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങളെല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കാട് വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ആമുഖമായി നൽകിയ വചനം ഐസയ്യ ചാപ്റ്റർ 30:15. കർത്താവ് പറയുകയാണ്, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് രണ്ട് കാര്യം മതി. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കില്ലാത്ത രണ്ട് കാര്യം എന്താ? സ്വസ്ഥതയും ആശ്രയവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വസ്ഥമാകണം, കർത്താവിനെ മാത്രം ആശ്രയിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിന് മുമ്പിൽ വളരെ ശരീരം മനസ്സ് ആത്മാവെല്ലാം സ്വസ്ഥമാക്കി കർത്താവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ ഓരോ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഈശോയെ സ്വർഗത്തിൽ നിന്ന് വലിയ സ്വസ്ഥത ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വളരരുതേ മനമേ, കൈകളടിച്ച് ആകുലമോ അരുതേ, പറഞ്ഞാലായും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ,
വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുവേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഓരോരുത്തരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, മനസ്സിന്റെ എല്ലാ അവസ്ഥകളും അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. വേദനകൾ അവിടുന്ന് കാണണമേ കർത്താവേ. രോഗങ്ങൾ അവിടുന്ന് കാണണമേ കർത്താവേ. കഷ്ടപ്പാടുകൾ അവിടുന്ന് ഓർക്കണമേ കർത്താവേ. മനസ്സ് സ്വസ്ഥമാകാൻ പറ്റാത്ത വിധം ദൈവമേ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവിടുന്ന് കാണണമേ കർത്താവേ. ദൈവമേ, മോശം നിന്നതുപോലെ, ചെങ്കടലിന് മുമ്പിൽ നിന്നതുപോലെ നിൽക്കാൻ തക്ക വിധം കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വലിയ അഭിഷേകത്തിന്റെ ശക്തി നൽകണമേ. വിശ്വാസത്തോടെ വഴികൾ തുറന്നു തരും. ഹല്ലേലൂയ. ചെങ്കടൽ നീര് കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും. വഴികൾ തുറന്നു തരും. ഉയർത്തി കൈയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. വീണ്ടും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, സഹനത്തിന്റെ അനുഭവങ്ങൾ, ഞെരുക്കത്തിന്റെ അനുഭവങ്ങൾ, നിത്യധാരണ അനുഭവങ്ങൾ, കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ, മക്കളെ കുറിച്ചുള്ള ഭാരം, മരുഭൂമി അനുഭവങ്ങൾ, ദൈവമേ ഈ ഒരവസ്ഥകളോട് ഞങ്ങളുടെ കുടുംബങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമേ, പണ്ട് ഇസ്രായേലിന്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അവിടുന്ന് വ്യാപരിക്കണമേ. വലിയ വിശ്വാസത്തിൽ തുറന്നു തരും. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും. കുറവെ തുറന്നു തരും. കൈകൾ ഉയർത്തി തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യഗ്രത മാറട്ടെ കർത്താവേ. ഈശോയുടെ നാമത്തിൽ വ്യഗ്രത നീങ്ങി പോകട്ടെ. ഈശോയുടെ നാമത്തിൽ പരമചാരങ്ങൾ നീങ്ങി പോകട്ടെ. ഈശോയുടെ നാമത്തിൽ ബഹുദാനം വ്യഗ്രത നീങ്ങി പോകട്ടെ. ഈശോയുടെ നാമത്തിൽ അത്ഭുതകരമായ ശക്തിയാണ്. ഹൃദയത്തിൽ സ്വസ്ഥത കണ്ടെത്തുന്ന എല്ലാ ദുർചിന്തകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ചിന്തകളും ബന്ധിക്കുന്ന വിട്ടുമാറണം. ഹല 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 ഹല. സ്വസ്ഥതയുടെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ശാന്തതയുടെ ആത്മാവേ, വചനത്തിന്റെ ആത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ, ഐക്യത്തിന്റെ ആത്മാവേ, വ്യാപരിക്കണം, 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 വ്യാപരിക്കണം. ഹല്ലേലൂയ, 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 വലിയ സ്വസ്ഥത നിറയട്ടെ കർത്താവേ.
ഈശോയുടെ സമാധാനം ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നല്ല കാലം വരുമ്പോൾ ആരെയൊക്കെ ഓർക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൻ്റെ 42-43 വാക്യങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 42 and 43. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വചനമാണിത്. നല്ല കള്ളൻ എന്ന് നമ്മൾ വിശേഷണം കൊടുത്തിരിക്കുന്ന വലതുവശത്തെ കള്ളൻ, എൻ്റെ സഹോദരങ്ങളെ, വലിയ ആ ഒരു വേദനയുടെ, ഞെരുക്കത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ അത്രയൊരു സഫറിങ്ങിൻ്റെ നടുവിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നല്ല കാലം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങ് സ്വർഗരാജ്യത്തായിരിക്കുമ്പോൾ, അങ്ങ് പിതാവിനോട് കൂടി ആയിരിക്കുമ്പോൾ, അങ്ങ് ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവ് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. എന്താ മറുപടി? ഇന്ന് ഇപ്പോൾ മുതൽ നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തിരുവചന ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം നൽകുന്നുണ്ട്. ദൈവമേ, എന്നെ ഓർക്കണമേ എന്നുള്ള നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവം വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുന്നതായിട്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ചെയ്ത പ്രവർത്തികൾ കർത്താവേ അവിടുന്ന് ഓർക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അപ്പോൾ ദൈവം ഇടപെടുന്ന ചില രംഗങ്ങൾ ബൈബിളിലുണ്ട്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, 2 Kings chapter 20 verse 3. കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. നിങ്ങൾക്കറിയാം ഈ തിരുവചന ഭാഗത്തിന്റെ പുറകിൽ കിടക്കുന്ന കാര്യം. ഹെസക്കിയ രാജാവ് രോഗബാധിതനായി മരണത്തോടടുത്തു. അപ്പോൾ കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് യേശയ്യാ പ്രവാചകൻ ഈ ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, നീ സുഖം പ്രാപിക്കുകയില്ല, നീ മരിക്കും, നീ വീട്ടുകാര്യങ്ങൾ ക്രമീകരിച്ചോ എന്നൊരു ദൂത് കൊടുത്തു. ഉടനെ ഹെസക്കിയ രാജാവ് ആ കിടന്നിരുന്ന ആ കട്ടിൽ കിടന്ന ഭിത്തിയുടെ നേരെ തിരിഞ്ഞു കിടന്നൊരു പ്രാർത്ഥന നടത്തുക. ദൈവമേ, ഞാൻ ഈ ഭൂമി ജീവിച്ചിരുന്ന ഇത്രയും കാലം നന്മ പ്രവർത്തിച്ചത് അവിടുന്ന് ഓർക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നല്ല കള്ളന് കർത്താവ് ഉത്തരം കൊടുത്ത അതുപോലെ തന്നെ കർത്താവ് ഇവിടെ ഒരു ഉത്തരം കൊടുത്തു. ഈ യേശയ്യാ പ്രവാചകൻ ഈ വാർത്ത പറഞ്ഞിട്ട് കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുൻപ് തന്നെ ഹെസക്കിയ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവത്തിന് സന്നിധി. പെട്ടെന്ന് ദൈവം യേശയ്യായോട് പറഞ്ഞു, നീ തിരിച്ചു വീണ്ടും ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുക, ഇതാ നിന്റെ ആയുസ് 15 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എന്നെ ഓർക്കണമേ കർത്താവേ, എൻ്റെ കഷ്ടപ്പാടുകൾ ഓർക്കണമേ, ഞാൻ ചെയ്ത നന്മ ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ വളരെ സ്വീകാര്യമായൊരു പ്രാർത്ഥനയാണ്. ഇതുപോലുള്ള രംഗങ്ങൾ ബൈബിളിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 29. താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. കാരണമുണ്ട് സഹോദരങ്ങളെ. കാരണം അബ്രാഹാം ദൈവത്തിൻ്റെ ഒരു ചൈതന്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ലോത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ, 40 നീതിമാന്മാരുണ്ടെങ്കിൽ, 30 നീതിമാന്മാരുണ്ടെങ്കിൽ, 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? എൻ്റെ സഹോദരങ്ങളെ, ഈ സോദോം ഗൊമോറ ദേശം നശിപ്പിക്കാൻ പോകുമ്പോൾ അബ്രാഹത്തിന്റെ പണ്ടത്തെ പ്രാർത്ഥന ദൈവം ഓർത്തു. വചനം വെളിപ്പെടുത്തുകയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോത്തിനെയും കുടുംബത്തെയും കർത്താവ് ഓർത്തു. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഓർക്കണമെന്നുള്ള അപേക്ഷകളും കർത്താവ് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നതായിട്ട് തിരുവചനം നമുക്ക് ഉറപ്പ് തരികയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 8 വേഴ്സ് 1, നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഈ നോഹ നീതിമാനായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് വലിയ വലിയ ജലപ്രളയം ഉണ്ടായപ്പോൾ ദൈവം നോഹയെയും കുടുംബത്തെയും ഓർത്തു. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള ഒരു പ്രാർത്ഥനാ രീതി തന്നെയുണ്ട്. എന്താ രീതി എന്നറിയാവോ? അതായത് ഇന്ന് നമ്മൾ കർത്താവിൻ്റെ കുരിശുമരണത്തെ ഓർക്കണമേ എന്ന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അനുസ്മരിക്കുന്നത് പോലെ പഴയ നിയമ ജനത പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദാവീദിന്റെ കഷ്ടപ്പാടുകളെ അവിടുന്ന് ഓർക്കണമേ. അത് നമ്മൾ വായിക്കുന്നത് 132-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിലാണ്. കർത്താവേ, ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പഴയ നിയമത്തിൽ ഇതുപോലെ പല വ്യക്തികളും ഞങ്ങളെ ഓർക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ ഇനിയുമുണ്ട്. അത് നമ്മൾ കാണുന്നത് 1 സാമുവേൽ 25-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിലാണ്. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 25 വേഴ്സ് 31. അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷിക്കുത്തും അങ്ങയ്ക്ക് ഉണ്ടാവുകയില്ല. കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയെയും ഓർക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. ദാവീദ് രാജാവ് നാബാൽ എന്ന് പറയുന്ന വ്യക്തിയെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ദാവീദിനോട് വളരെ മോശമായി, ദാവീദ് വിട്ട അനുചരന്മാരോട് വളരെ മോശമായി നാബാൽ പെരുമാറുകയാണ്. ഇതറിഞ്ഞ നാബാലിൻ്റെ ഭാര്യ അബിഗായിൽ വേഗം ചെന്ന് ദാവീദിനെ സമീപിച്ചുകൊണ്ട് പറയുകയെന്ന ചില വാക്യങ്ങളാണിത്. എന്നിട്ട് ഈ ദാവീദിൻ്റെ മുമ്പിൽ ഭർത്താവിൻ്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞതിന് ശേഷം ഇവളൊരു അഭ്യർത്ഥന നടത്തുകയാണ്. ദാവീദേ, അങ്ങയ്ക്ക് വലിയ നല്ല കാലം വരുമ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞുവെന്നും ഞാൻ അങ്ങയ്ക്ക് കാഴ്ചകൾ കൊണ്ടുവെന്നും എന്നുള്ളതെല്ലാം അങ്ങ് ഓർക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ വരുത്തുമ്പോൾ നമ്മൾ മറന്നു പോകരുതാത്ത, എന്നും ഓർമ്മയിൽ വയ്ക്കേണ്ട ചില മേഖലകളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ്. നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഒരു നല്ല നിലയിൽ എത്തുമ്പോൾ എന്നും ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഓർക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തെ ഓർക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 28 വേഴ്സ് 47, എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. എൻ്റെ സഹോദരങ്ങളെ, വലിയ സങ്കടത്തോടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ്. തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്ന് ശത്രുക്കളെല്ലാം മാറ്റി അവരെ ഒരു മരം നട്ടുപിടിപ്പിക്കുന്നത് പോലെ ആ ദേശത്ത് നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് അവർക്ക് എല്ലാത്തിലും സമൃദ്ധി ഉണ്ടായി. കൃഷിയിടങ്ങൾ, അവരുടെ വളർത്തുമൃഗങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് വലിയ സമൃദ്ധി, വലിയ നിറവുണ്ടായി. പക്ഷേ അവര് ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ നീ തികഞ്ഞ ആഹ്ലാദത്തോടെ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ആത്മശാധന ചെയ്യണം. പണ്ട് ഒരുപാട് ദാരിദ്ര്യം, ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് ഞെരുക്കം, അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ ദൈവം എന്തുമാത്രം പരിപാലിച്ചു. എന്നാൽ ഇന്ന് നല്ല നിലയിലായി, വാഹനങ്ങളായി, നല്ല വീടായി, സാമ്പത്തിക സ്ഥിതി ഉയർന്നു, സൗകര്യങ്ങൾ കൂടി. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, പണ്ട് പള്ളിയിൽ പോകാൻ എന്തുമാത്രം ഉത്സാഹം കാണിച്ചിരുന്നു, ധ്യാനത്തിന് പോകാൻ എന്തുമാത്രം ഉത്സാഹം കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് ബിസിനസിൻ്റെ തിരക്ക്, കമ്പനിയുടെ ജോലിയുടെ തിരക്ക്, ഒരു കാര്യത്തിനും അങ്ങനെ 100 കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ എൻ്റെ പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ ഒരമാന്തം വരുത്തരുന്ന് വചനം വെളിപ്പെടുത്തുകയാണ്.
ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പണ്ട് ഒന്നുമില്ലാതിരുന്ന കാര്യങ്ങൾ മണിക്കൂറുകൾ കുരിശിന്റെ വഴി ചെല്ലാൻ, മണിക്കൂറുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, മണിക്കൂറുകൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, തീർത്ഥാടനം നടത്താൻ എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. പണ്ട് ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും വിധവയുടെ ചെമ്പുതൊട്ട് പോലെ ദശാംശം കൊടുക്കുന്നൊരു നല്ല മനസ്സുണ്ടായിരുന്നു. എന്നാൽ സമൃദ്ധി വരുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ ശുശ്രൂഷകളെ മറന്ന് ജീവിക്കുന്നൊരവസ്ഥ വരരുതെന്ന് വചനം നമ്മളെ താക്കീത് നൽകുകയാണ്. ഹല്ലേലൂയ. Hallelujah. വീണ്ടും അതിനെ വെളിപ്പെടുത്തുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ്. ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 1:12. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇത് തോബിത്ത് ചില അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചില നിഷിദ്ധമായ ചില ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാൻ തോബിത്ത് കൂട്ടാക്കിയില്ല. അങ്ങനെ കൂട്ടാക്കാതിരുന്നതിന് കാരണം തോബിത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കാരണം എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് വലിയ സമൃദ്ധിയുടെ നിറവിലേക്ക് പോകുമ്പോൾ പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് പാപമായിരുന്ന പലതും ഇന്ന് പാപമല്ലാതെ തോന്നുന്ന സാഹചര്യങ്ങൾ വരും. അത് കമ്പനിയായി, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യലായി, പലവിധ സംഗതിയായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്ന് പണ്ട് പാപമായിരുന്ന പലതും പാപമല്ല എന്ന ലാഘവത്തോട് കൂടി പോകുന്ന അവസ്ഥ പലരുന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടാകുമ്പോൾ മറക്കാൻ സാധ്യതയുള്ള ഒരെണ്ണമാണ് നമ്മുടെ ദൈവത്തെ തന്നെ മറക്കുക. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ദൈവത്തെ ഓർക്കണം. അതുകൊണ്ടല്ലേ പണ്ട് ചിലപ്പോൾ അമ്മമാരൊക്കെ പറഞ്ഞിരുന്നത്, എൻ്റെ കൊച്ചെ ദൈവത്തെ ഓർത്ത് നീ ഇത് ചെയ്യരുത്, അല്ലേ? ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. വിശുദ്ധ ഗ്രന്ഥം രണ്ടാമത് നമ്മൾ മറക്കരുതെന്നും ഓർമ്മയുണ്ടായിരിക്കണമെന്നും വെളിപ്പെടുത്തുന്ന കാര്യം ദൈവം നയിച്ച വഴികൾ ഓർക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 8:2. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. Hallelujah. കർത്താവ് പറയാണ്, ഇസ്രായേൽ നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഴയ കടന്നു വന്ന ആ ചെങ്കടൽ കടന്നതും അവിടെ ദൈവം ഇടപെട്ടതും ആ പാറയുന്ന ജലം കൊണ്ടുവന്നതും അവിടുന്ന് പിന്നെ കാടപ്പക്ഷിയും അല്ലെങ്കിൽ മന്നായും തന്നതും മരുഭൂമിയിൽ ഉറവയുണ്ടാക്കിയതും ഇതൊന്നും നിങ്ങൾ മറക്കരുത്. ഈ വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായി, മക്കളുടെ നല്ല നിലയിലായി, അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പ്രിയ ദൈവ പൈതലേ, നീ ഓർക്കണം, നീ കടന്നു വന്ന ഞെരുക്കത്തിൻ്റെ വഴി, നീ കടന്നു വന്ന വഴി മറക്കരുത് എന്ന് വചനം വെളിപ്പെടും. ഇടയ്ക്കിടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്, ദൈവവചനം നമ്മൾ ഓർമ്മ വെക്കണം, മറന്നു പോകരുത് എന്ന് പറയുന്നത് ആരാണെന്നറിയാവോ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഓർക്കണം. 3, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഓർക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ, നിന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും മെതിക്കള്ളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഉദാരമായി നൽകണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഈ കാര്യം കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. Hallelujah. അപ്പോ ഈ വചനഭാഗം ഒരു അടിമയെ സ്വതന്ത്രനാക്കുന്നതിനെ കുറിച്ച് ദൈവം നൽകുന്ന നിയമങ്ങളാണ്. അവിടെ ദൈവം പറയാണ്, നീ ഒരു കാര്യം, നീ അവന് നന്നായിട്ട് കൊടുക്കണം, നന്നായിട്ട് ദാനങ്ങൾ കൊടുക്കണം, മുന്തിരിച്ചക്കയിൽ നിന്നും മെതുക്കള്ളത്തിൽ നിന്നും എല്ലാം നല്ലത് കൊടുക്കണം. എന്താ കാരണം? നീ പണ്ട് ഇതേപോലെ അടിമയായിരുന്നു എന്ന് ഓർക്കണം. അവിടുന്ന് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ട് വന്ന് ദൈവം നിനക്ക് തന്നതാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെ, നമ്മുടെ കൂടപ്പിറപ്പുകളായിരുന്നവരെ, ഓരോ സ്ഥാപനമൊക്കെ വളർന്നു വരുമ്പോൾ അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ കഷ്ടപ്പെട്ടവരെ നീ പെട്ടെന്ന് അങ്ങോട്ട് മറന്ന് കളയരുത്. ബൈബിളിൽ അങ്ങനെ വേദനിച്ച് ഒരുപാട് വ്യക്തികളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം,
എൻ്റെ കാര്യം ഫറവോന് മുമ്പിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നമ്മുടെ പൂർവ്വ ജോസഫ് പൊത്തിഫാറിന്റെ ഭാര്യ ചതിച്ച് ജയിലിൽ കിടക്കുവാണ്. അപ്പോൾ അവിടെയുള്ള 2 പേരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ആ സ്വപ്നം വ്യാഖ്യാനിച്ച പോലെ തന്നെ സംഭവിക്കും. അപ്പോൾ ഈ ജോസഫ് പറയുക, അതിനകത്ത് ഒരാളോട് പറയുക, എൻ്റെ പൊന്നു സഹോദര, നിനക്ക് നല്ല കാലം വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. കാരണം ഞാനീ തടവറ കിടക്കുകയാണ്. എന്നോട് കാരുണ്യം കാണിക്കണം. എന്നെ ഇവിടുന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും സ്റ്റെപ്പ് നീ എടുത്തേക്കണം. എന്നാൽ വളരെ വേദന തോന്നിക്കുന്ന ഒരു കാര്യം 23-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. നിങ്ങൾ ഇന്ന് ചോക്കൻ്റെ സഹോദരങ്ങളെ, ഒരേപോലെ ജയിലിൽ കിടന്നതാ. ഈ ജോസഫ് യാതൊരു തെറ്റും ചെയ്തില്ലെന്ന് അറിയാം. എന്നിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തില്ല. നല്ല കാലം വന്നപ്പോൾ പണ്ട് കൂടെ സഹിച്ചപ്പോൾ കൂടെ എന്നവരെ മറന്നു. എന്നാൽ വീണ്ടും ഒരു ബോധോദയുണ്ടായി. ഉൽപ്പത്തി 41:9. അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു, എൻ്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ ഫറവോയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരുമില്ല. അപ്പോഴാണ് ഓർക്കേണ്ടത്, പണ്ട് നമുക്ക് ഇതേപോലെ സ്വപ്നം വ്യാഖ്യാനിച്ച് നമ്മളെ രക്ഷിച്ച ഒരാളുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാലം ഓർക്കാതെ പോയത് ഒരു തെറ്റായി പോയതായിട്ട് ഓർമ്മിക്കുകയാണ്. വളരെ ചങ്ങനെയുള്ള വേദന തോന്നുന്ന വേറൊരു രംഗമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിന് 34-ാമത്തെ വാക്യം. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടിവെച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബ്ബാൽ ഗിദെയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരൻ, ഇസ്രായേലിലെ ന്യായാധിപന്മാരായിരുന്ന ജെറുബ്ബാൽ ഗിദെയോൻ അവരൊരു കാലഘട്ടത്തിൽ ചോര നീരാക്കി അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ സഹോദരൻ ആ ജനത്തെ നയിച്ച ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താ? അവർ ദൈവത്തെ മറന്നു കഴിഞ്ഞില്ല. പിന്നെയോ ഈ ഗിദെയോന്റെ ജെറുബ്ബാലിന്റെ കുടുംബം അവിടെ ഉണ്ട്. ആ കുടുംബത്തോട് പോലും അല്പം പോലും കരുണ കാണിച്ചില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ആത്മശോധന ചെയ്യണം. ഒരു പക്ഷേ നമ്മൾ വീട്ടിൽ പണിക്കാരായിരുന്നവർ, നമ്മുടെ വീട്ടിൽ ജോലിക്കാരായിരുന്നവർ, നമ്മൾ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ച മനുഷ്യർ ഇന്ന് നമ്മൾ നല്ല നിലയിലായി, നമ്മൾ പുറത്ത് വിദേശ രാജ്യത്തായി, നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ വന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ കൂലിവേലയെടുത്ത് പണി തരുന്ന ആ കുടുംബത്തിൻ്റെ മക്കൾ അവിടെ അപ്പുറത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തതിന് അനുസ്മരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചിന്തിച്ച് നോക്കാം. പുതിയ നിയമത്തിൽ ആ സിനഗോഗ് അധികാരിയുടെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത്? കർത്താവേ, അങ്ങ് ഈ നന്മ ചെയ്ത് കൊടുക്കേണ്ടത് നല്ലത് തന്നെ. കാരണം അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ആ സിനഗോഗ് പണിയിച്ച് തന്ന സിനഗോഗ് അധികാരിയുടെ ആ നന്മ അത് അവൻ അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഈശോ ചെയ്ത് കൊടുക്കുമല്ലേ? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിത പുസ്തകത്തിന് വചനം പഠിപ്പിക്കുന്നത്, അധികം സമൃദ്ധിയോ അധികം ദാരിദ്ര്യമൊന്നും തന്നേക്കരുതേ എന്ന് പോലും അവർ പ്രാർത്ഥിക്കുക. കാരണം സമൃദ്ധിയിൽ ദൈവത്തെ മറക്കാം, ദൈവം നയിച്ച മഴകൾ മറക്കാം, കൂടെപ്പിറപ്പുകളെ കൂടെ ഉണ്ടായിരുന്നവരെ മറക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന സമയത്ത് കർത്താവിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചില തീരുമാനങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാം. ഓ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നെടുവീർപ്പുകളും ഞങ്ങൾ ചെയ്ത നന്മകളും എല്ലാം അവിടുന്ന് കാണുന്നുണ്ടല്ലോ കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ച വ്യക്തികൾ കർത്താവേ, അവര് പല അടിമത്തത്തിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ധ്യാനം കൂടി അഭിഷേകം പ്രാപിച്ച് അവരെ പലരും അടിമത്തത്തിൽ കിടക്കുന്നവരുണ്ട്, വേദനയിൽ കിടക്കുന്നവരുണ്ട്, ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ട്. അവിടുന്ന് ഞങ്ങളെ നല്ല നിലയിലാക്കി. ദൈവമേ, അവരെ മറന്നുപോയ സാഹചര്യങ്ങളുണ്ട്. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ സഹായിച്ച് എല്ലാവരും അനുഗ്രഹിക്കണമേ, കരുണ ചൊരിയണമേ. പൂർവ്വ ജോസഫ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയാണ്. കരുണ ചൊരിയണമേ, മോചിപ്പിക്കണമേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കരുണാമയ ദൈവപുത്ര, കാരുണ്യം ചൊരിയൂ.
തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാൻ എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ.